സാംസങ്ങിൻ്റെ 236 ലിറ്റർ 3 സ്റ്റാർ കൺവേർട്ടബിൾ ഫ്രീസർ ടൈപ്പ് ഫ്രിഡ്ജ് കേരള ക്ലൈമറ്റിൽ എനർജി ഉപയോഗം കുറച്ച് എങ്ങനെ ഉപയോഗിക്കാമെന്നറിയേണ്ടതാണ്. കേരളത്തിലെ കാലാവസ്ഥ ശരാശരി 28 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ഫ്രീസർ സെക്ഷൻ ടെമ്പറേച്ചർ -19 ഡിഗ്രി സെൽഷ്യസ് ആണ്. -23 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഇട്ടാൽ എനർജി ഉപയോഗം കൂടും, കറണ്ട് ബില്ലും കൂടും. ഫ്രീസറിൽ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഉള്ളതെങ്കിൽ -17 ഡിഗ്രി സെൽഷ്യസ് മതിയാകും. ഇത് പവർ കൺസപ്ഷൻ കുറയ്ക്കും, കറണ്ട് ചാർജും കുറയ്ക്കും. ഇനി ഫ്രിഡ്ജ് സെക്ഷൻ്റെ കാര്യം പറഞ്ഞാൽ ഫ്രിഡ്ജിൽ ഇപ്പോൾ സാധനങ്ങൾ കൂടുതലുണ്ട്. കൂടാതെ മിക്കപ്പോഴും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ 3 ഡിഗ്രി സെൽഷ്യസ് തിരഞ്ഞെടുക്കുക. എന്നാൽ കുറച്ച് സാധനങ്ങൾ മാത്രമാണെങ്കിൽ 5 ഡിഗ്രി സെൽഷ്യസ് തിരഞ്ഞെടുക്കുക. 5 ഡിഗ്രി സെൽഷ്യസിൽ 3 ഡിഗ്രി സെൽഷ്യസിനെ അപേക്ഷിച്ച് കറണ്ട് കുറച്ചേ എടുക്കുകയുള്ളൂ. ഫ്രീസറിൽ സാധനങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഫ്രീസറിനെ ഫ്രിഡ്ജായി കൺവേർട്ട് ചെയ്യുക. ഇത് കറണ്ട് ചാർജ് വളരെയധികം കുറയ്ക്കും. കാരണം ഫ്രീസറിൽ -17 ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പിന് പവർ കൂടുതലെടുക്കും. എന്നാൽ 3 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസർ ഫ്രിഡ്ജായി കൺവേർട്ട് ചെയ്താൽ പവർ കുറച്ച് മതി. കൂടാതെ ഫ്രിഡ്ജിന് ചുറ്റും ഒരു സ്പേസ് ഉണ്ടാകണം. എയർ സർക്കുലേഷൻ നല്ലപോലെ നടക്കാനാണ്. ഗ്യാസ് സ്റ്റൗ, ഇൻഡക്ഷൻ സ്റ്റൗ എന്നിവ ഫ്രിഡ്ജിനോട് വളരെ ചേർത്ത് വെക്കരുത്. ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ ശരിയായി അടയ്ക്കണം. കൂടാതെ റബ്ബർ ഡോർ ഗാസ്കറ്റ് മാസത്തിലൊരിക്കൽ ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ റബ്ബർ ഗാസ്കറ്റ് എയർ ടൈറ്റ് സീൽ ഉണ്ടാക്കി അകത്തെ തണുപ്പ് പുറത്തേക്ക് പോകുന്നത് തടയുന്നു. അതിനാൽ കൂളിംഗ് ലീക്ക് ആകാത്തതിനാൽ കംപ്രസർ അധികം പ്രവർത്തിക്കേണ്ടതില്ല. കറണ്ട് ചാർജും കുറയും.